വള്ളിക്കെട്ടിനും 4 നാഗത്താന്മാർക്കും കൂട്ടായി വാഴുന്നൊരമ്മ. വൈദ്യുത വിളക്കിന്റെ അതിപ്രസരമില്ലാതെ കുത്തുവിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ വീക്ക് ചണ്ടയുടെ പതിഞ്ഞ താളത്തിൽ ചുവട് വെച്ചാടുന്ന നങ്ങോളങ്ങര ഭഗവതി. ഓലമേഞ്ഞ കൂരയോ ഓടിട്ട കെട്ടിടമോ ഇല്ല, മറിച്ച് വിളക്ക് വെക്കാൻ ഒരു മൺതറയും നാഗസ്ഥാനവും മാത്രം. പണ്ട് ദാരികവധം നടന്ന കാലം. ഭദ്രകാളിക്ക് പുറമെ ധാരാളം അമ്മമാർ ഇതിനായി പിറവിയെടുത്തു. ഭൂമിയിൽ വീഴുന്ന ഓരോ തുള്ളി രക്തത്തിൽ നിന്നും 1000 അസുരന്മാർ പുനർജനിക്കാതിരിക്കാൻ കാളിയമ്മമാർ ഭൂമി മുഴുവനും നാവ് വീശി അത് പാനം ചെയ്തു. അതിലൊന്നാണ് ഭദ്രകാളിയുടെ സഹോദരി സ്ഥാനത്തുള്ള നങ്ങോളങ്ങര ഭഗവതി. തുടർന്ന് കീഴ്ലോകത്ത് ആദിയും വ്യാധിയും പടർന്നപ്പോൾ തുടച്ചു നീക്കാൻ പരമശിവൻ ദേവിയെ നിയോഗിച്ചു. ഭൂമിയിലെത്തിയതും തന്റെ സഹോദരിമാരെ കണ്ട് വന്ദിച്ച് നങ്ങോളങ്ങര ഭഗവതി കുടിയിരുന്നു. അവിടെ ദൈവിക സാന്നിധ്യം തിരിച്ചറിഞ്ഞ മനുഷ്യർ ക്ഷേത്രം പണിയാനൊരുങ്ങി. എന്നാൽ വിധി വിചിത്രമായിരുന്നു. ക്ഷേത്രത്തിന്റെ മേൽക്കൂരയിൽ വീഴുന്ന വെള്ളം നേരിട്ട് കടലിൽ പതിക്കണമെന്നായിരുന്നു അമ്മയുടെ വാക്ക്. ചുരുക്കത്തിൽ തനിക്ക് ക്ഷേത്രം വേണ്ടെന്ന് അർത്ഥം. കാടെന്ന ക്ഷേത്രത്തിൽ ചൂട്ടുന്ന വെളിച്ചത്തിൽ സന്താനലബ്ധിക്കായി അമ്മയിന്നും ഇരുനാവ് ദേശത്ത് അനുഗ്രഹം ചൊരിയുന്നു.